ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം നാവിലെടുത്തുകൊണ്ട് പരിശുദ്ധാത്മ ശക്തിയാൽ ഒരാൾ ഉപയോഗിക്കാൻ തയ്യാറായാൽ അത് ആത്മാവിൻ്റെ വാളായി മാറ്റപ്പെടുകയാണ്. നമ്മൾ ഒരിക്കലും ബൈബിള് ഷോക്കേസിലോ കബോർഡിലോ കിടക്കുന്ന തലയണയുടെ അടിയിലോ ഒന്നും വെച്ചാൽ ഒരിക്കലും അതൊരാത്മാവിൻ്റെ വാളായി മാറത്തില്ല. ആത്മാവിൻ്റെ വാളായി മാറണമെങ്കിൽ അതിനെ ആവർത്തിച്ചുപയോഗിക്കുക എന്നുള്ളൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആവർത്തിച്ച് ഉപയോഗിക്കുക. എങ്ങനെയാണ് അത് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുമായിട്ട് പറയാം. ഒന്ന്, ആവർത്തിച്ചുപയോഗിക്കുക. രണ്ട്, ദൈവത്തിൻ്റെ വചനത്തിന് തുളച്ച് കയറാനുള്ള ഒരസാധാരണമായ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വചനം ഒരിക്കലും നമ്മുടെ കാതുകളോടല്ല, മനുഷ്യൻ്റെ ഹൃദയത്തോടാണ് ഇടപെടുന്നത്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണെന്നാണ് എബ്രായ ലേഖനം 4:12 കാണുന്നത്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ആക്റ്റീവ് ആൻഡ് ഷാർപ്പ്. ആക്റ്റീവാണ്. പക്ഷെ പല സമയത്തും ഈ വചനം ആക്റ്റീവായി ഒരാൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നത് അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടിയിൽ അതിൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ടുമാണ്. എൻ്റെ ദൈവവചന ധ്യാനത്തിലും പഠനത്തിലും പരിശുദ്ധാത്മാവ് മറനീക്കി നൽകി തന്ന ചില ആത്മീക ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യാനും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ ജീവിതത്തിൽ പ്രാപിക്കുവാനും ആത്മീക യുദ്ധത്തിൽ പിശാചിനെ മുറിവേൽപ്പിക്കുവാനും ഓടിക്കുവാനുമായിട്ടുള്ള ഏറ്റവും ഫലപ്രദമായ ആയുധങ്ങളിൽ ഒന്ന് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ആത്മാവിൻ്റെ വാൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആത്മാവിൻ്റെ വാൾ, അതായത് ഭൗതിക ലോകത്തിൽ മാത്രമല്ല, ആത്മീയ തലത്തിൽ, ആത്മലോകത്തിൽ, അങ്ങനെയുള്ള മേഖലകളിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ആയുധങ്ങളിൽ ഒന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ഏതൊരു ആയുധവും ഉപയോഗിക്കുന്നതിന് മുമ്പ് ആ ആയുധത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കണം. എഫേസ്യ ലേഖനം 6:17 വാക്യത്തിൽ ആത്മാവിൻ്റെ വാൾ എടുക്കുക എന്ന് പറയുന്ന ഒരു പദമാണ് നമ്മൾ കാണുന്നത്. എടുക്കുക. ദൈവം നമുക്ക് വേണ്ടി എടുക്കുമെന്നോ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എടുക്കുമെന്നോ എന്നല്ല, നമ്മളതിനെ എടുത്ത് നമ്മൾ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനായി കൂടെ നിന്ന് നമുക്ക് ബുദ്ധിയും ജ്ഞാനവും വിവേകവും ആത്മീക വെളിപ്പാടുകളും ഒക്കെ തന്ന് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായ അറിവ് നമുക്ക് തരും. അങ്ങനെ നമ്മളത് ഉപയോഗിക്കുമ്പോഴാണ് ഇത് ഏറ്റവും ഫലപ്രദമായി മാറുന്നത്. എഫേസ്യ ലേഖനം 6 മുതലുള്ള ഭാഗങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ ഒരാത്മീക യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഒരു റോമൻ സൈനികൻ, അദ്ദേഹം ആയുധവർഗം ധരിച്ചുകൊണ്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകാനായിട്ട് പരിശുദ്ധാത്മാവ് അതിനെ നമ്മളുടെ ആ ഒരു അർത്ഥത്തിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു തരത്തിലേക്ക് കൊണ്ടുവരികയാണ്. വളരെ പെട്ടെന്ന് ആ ഭാഗങ്ങളൊന്ന് പറഞ്ഞു വിടുകയാണ്. പ്രതിരോധത്തിനുള്ള 5 ആയുധങ്ങളും ആക്രമണത്തിനുള്ള പരമപ്രധാനമായ ആയുധമായിട്ട് ദൈവവചനത്തെയാണ് പറയുന്നത്. പ്രതിരോധത്തിൻ്റെ ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ ആയുധങ്ങൾ ഏതൊക്കെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നീതി എന്ന കവചം, സുവിശേഷീകരണം എന്ന ചെരുപ്പ്, വിശ്വാസം എന്ന പരിച, ഇതെല്ലാം. അപ്പോൾ പ്രതിരോധത്തിനുള്ള 5 ആയുധങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മുറിവേൽക്കപ്പെടാതെ നമ്മൾ പോകും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫലപ്രദമായ ആക്രമണം നടത്തണമെങ്കിൽ, പിശാചിനെ മുറിവേൽപ്പിക്കണമെങ്കിൽ, ഓടിച്ചു കളയണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ കൈകളിൽ ഏന്തണം, നമ്മുടെ നാവിൽ എടുക്കണം, ആവർത്തിച്ചെടുക്കണം. എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോ മുഴുവനും കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം എൻ്റെയൊക്കെ ബാല്യകാലങ്ങളിൽ, എൻ്റെ ബാല്യകാലങ്ങളിൽ മാത്രമല്ല, അന്നത്തെ കാലങ്ങളിൽ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ രാത്രിയിൽ സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എഴുന്നേൽക്കുക, ബഹളം വെക്കുക, മാതാപിതാക്കളെ തൊഴിക്കുക, ഉച്ചത്തിൽ അലറുക. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ അന്നത്തെ കാലത്തെ മാതാപിതാക്കന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, ബൈബിൾ എടുത്ത് തലയണയുടെ കീഴിൽ വെക്കും. എനിക്ക് എൻ്റെ ബാല്യകാലത്ത് ഓർമ്മയുണ്ട്. കാരണം ഞാൻ ഇതിനു മുമ്പ് പല അനുഭവങ്ങളും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബാല്യത്തിലെ പ്രശ്നങ്ങളൊക്കെ. അപ്പം അന്ന് പപ്പായൊക്കെ ചെയ്തിരുന്ന കാര്യമെന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ബൈബിൾ എടുത്ത് തലയിൽ വെക്കുക, ബൈബിൾ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് കിടന്ന് ഉറങ്ങുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്.
പക്ഷേ അതുകൊണ്ടൊന്നും രാത്രിയിലത്തെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പിന്നെ ബൈബിൾ വെച്ച് ഈ ബൈബിൾ വെച്ച് കിടന്നുറങ്ങിയിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉറക്കത്തിലെ ഈ പ്രശ്നങ്ങൾ മാറാത്തത് കൊണ്ട് ഇരുമ്പിൻ്റെ ആയുധങ്ങൾ തലയണയുടെയൊക്കെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. പഴയ കാല ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ബാല്യകാലങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. കാരണം അന്ന് നമുക്കൊരിക്കലും ഇത് പറഞ്ഞു തരാനോ ഇതിൻ്റെ ആത്മീക അർത്ഥം മനസ്സിലാക്കി തരാനോ ഒന്നും ആരുമില്ല. ആരൊക്കെയോ കേട്ടവരൊക്കെ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അന്ന് ഇത്രയുമൊന്നും ദൈവകൃപയിലല്ല, മറ്റൊരു നിലവാരത്തിലായിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കണ്ടത്. പിന്നെ ചിലരൊക്കെ ബൈബിള് അന്നത്തെ കാലത്തെ റേഷൻ കാർഡുകളും മറ്റുമൊക്കെ അതിൻ്റെ അകത്ത് വെക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന കാലങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടൊന്നും ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല. പക്ഷേ വചനം ശരിക്കും ഹൃദയത്തോട് ഇടപെടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ കാതുകളോടല്ല, അത് നമ്മുടെ ഹൃദയങ്ങളോടാണ് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഈ വചനത്തെ എങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ മനുഷ്യഹൃദയത്തിൻ്റെ ചിന്തകളെയും ഭാവങ്ങളെയും ഇൻറ്റൻഷൻ, ആറ്റിറ്റ്യൂഡ്, ഇതിനെല്ലാം ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന സന്ധികളെയും അജ്ഞകളെയും ഒക്കെ തുളച്ചു കയറാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരായുധമായിട്ടാണ് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നത്. എന്താണ് സത്യത്തിൽ ഇതിൻ്റെ അർത്ഥം? ഇന്ന് നമ്മൾ നോക്കിയാൽ ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്ന, ഏറ്റവും അധികം ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള, രൂപാന്തരപ്പെടുത്തുന്ന ഒരു പുസ്തകമെന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്. എത്രയോ പേരുടെ ശാപങ്ങൾ ഈ പുസ്തകം മാറ്റി. രാജ്യങ്ങളുടെ അന്ധകാരം ഈ പുസ്തകം മാറ്റി. ഈ പുസ്തകം പ്രിയപ്പെട്ടവരെ, ഇത് ആത്മാവിൻ്റെ വാളെന്ന് പറയുന്നത് ഒരേ സമയം ഇത് രോഗശാന്തിക്കും സൗഖ്യത്തിനും വിടുതലിനും ഏറ്റവും ഒടുവിൽ നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുന്നതിനും ഉതകുന്നൊരു പുസ്തകം വിശുദ്ധ ബൈബിളാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. പക്ഷേ ഈ പുസ്തകത്തെ ഒരു അച്ചടിച്ച പുസ്തകം എന്നുള്ള നിലയിൽ കണ്ട് നമ്മൾ എടുത്തു വെച്ചാൽ, അതിന് ചുംബനം കൊടുത്താൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ അതിനെ എടുത്ത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അതെങ്ങനെയാണ്? അതിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്ന ആത്മാവിൻ്റെ വാളിനെ ആവർത്തിച്ചുപയോഗിക്കാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഈ കർത്താവായ യേശുക്രിസ്തു തൻ്റെ മരുഭൂമിയിലെ പരീക്ഷയിൽ സാത്താനെ എതിർത്തത്, സാത്താനെ ഓടിച്ചു വിട്ടത് ദൈവത്തിൻ്റെ വചനമാകുന്ന ആയുധത്താലാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, ആത്മാവ് മരുഭൂമിയിലേക്ക് യേശുവിനെ നടത്തി. അവിടുത്തെ ഉപവാസമൊക്കെ കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ പിശാച് അടുക്കൽ വന്നിട്ട് കർത്താവിനോട് പറയുന്ന കാര്യങ്ങൾ നമ്മളവിടെ കാണുമ്പോൾ, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാനായിട്ട് കൽപ്പിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പിശാചിൻ്റെ അങ്ങനെയുള്ള ഒരു പ്രലോഭനത്തെ, പരീക്ഷയെ കർത്താവ് ജയിച്ചത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇറ്റ് ഈസ് റിട്ടൺ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം എഴുതപ്പെട്ട വചനത്തെ പ്രസ്താവിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, എഴുതപ്പെട്ട വചനത്തെ പ്രസ്താവിക്കുകയാണ്. അതാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്, ഇതൊരു എഴുത്തായി മാറുകയല്ല, ഇതിനെ പ്രസ്താവിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്, ആത്മാവിൻ്റെ വാൾ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ സപ്തമഹിമ വിഭൂഷിതനായ ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. യോഹന്നാൻ പത്മോസിൽ വെച്ച് കർത്തൃ ദിവസത്തിലെ ആത്മവിവശനായി കാണുന്ന തേജോന്മയനായ കർത്താവിൻ്റെ വായിൽ നിന്ന്
ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു എന്നാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വെള്ളക്കുതിരപ്പുറത്ത് കയറി തൻ്റെ വിശുദ്ധന്മാരോടുകൂടെ വരുന്ന രാജാതിരാജാവും കർത്താതി കർത്താവുമായ ദൈവത്തിൻ്റെ വായിൽ നിന്ന്, അവൻ്റെ വായിൽ നിന്ന് ജാതികളെ വെട്ടുവാൻ തക്കവണ്ണം വാൾ പുറപ്പെടുന്നു. എന്താണ് ഈ വായിലെ വാള്? വായിലെ വാള്, കയ്യിലെ വാളെന്ന് കേട്ടിട്ടുണ്ട്. ഭക്തന്മാരുടെ കയ്യിൽ വാള് തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാനതിലേക്ക് വരാം. അത് 149-ാം സങ്കീർത്തനത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. പക്ഷെ കർത്താവിനെ കുറിച്ച് കാണുന്നിടത്തെല്ലാം അവിടുത്തെ വായിലെ വാളെന്താണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ഇതെന്താണ്? മായാജാല കഥകൾ വല്ലതുമാണോ? മായാവി കഥകൾ വല്ലതുമാണോ? അതോ ഈ പണ്ടത്തെ എന്താ പറയുന്നത്, നാവുകൾ പാമ്പുകളും കൈകളൊക്കെ മറ്റു മൃഗങ്ങളെ പോലെ ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കെട്ടുകഥകളാണോ? ഒരിക്കലുമല്ല. ദൈവത്തിൻ്റെ വചനത്തെ ആത്മീക അർത്ഥത്തിൽ വിവേചിക്കുന്നവന് ഒരു കാര്യം മനസ്സിലാകും. വായിൽ നിന്ന് വാൾ പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാവ് വാളൊന്നുവെന്നോ അല്ല അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ വായിൽ നിന്നു പുറപ്പെടുന്ന വചനത്തിന് അസാധാരണമായ ശക്തിയാണുള്ളത്. അതുകൊണ്ടാണ് വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മൾ അവൻ്റെ തേജസ് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഞാനീ പറയുന്ന ആത്മീക തലത്തിൽ നമ്മളതിനെ മനസ്സിലാക്കണം. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യമാകും, ഇല്ലേ? ഒരു പാട്ട് തന്നെയുണ്ട്, ഒരു വാക്കുമതി എനിക്കത് മതിയേ എന്ന് പറയുന്ന ആ ഒരു പാട്ട്. അപ്പോൾ ആ പാട്ടിനെക്കുറിച്ചൊക്കെ ഒത്തിരി പേർക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. ആ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് അവൻ നീ 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 എന്ന് പറയുന്ന പദപ്രയോഗങ്ങൾ ഒത്തിരി ദൈവത്തെ ആക്ഷേപിച്ചതുപോലെ. എന്തുമായിക്കൊള്ളട്ടെ, ആ വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ അതിൻ്റെ വഴിക്ക് പോകുമ്പോൾ തന്നെ ഞാൻ ആ പാട്ടിൻ്റെ കത്തെ ചില വരികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഏത് രോഗക്കിടക്കയിലാണെങ്കിലും ദൈവം ഒരു വാക്ക്, ഞാൻ നിന്നെ നടത്തും, ഞാൻ നിന്നെ പുലർത്തും, ഞാൻ നിൻ്റെ കാര്യം നോക്കും, ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ സഹായിക്കും എന്ന് അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ 10,000 മനുഷ്യർ ഒരുമിച്ച് നിന്ന് പറയുന്ന വാക്കുകളേക്കാൾ എത്രയോ ശക്തമാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിക്കണമേ, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, എൻ്റെ ജീവിതത്തിന് വേണ്ടി ഒരു വാക്ക് കൽപ്പിക്കണമേ. ദൈവവചനം മുഴുവനും അവിടുത്തെ വാക്കുകളാണ്. ആ വാക്കുകളിലാണ് രക്ഷയുള്ളത്. പ്രവൃത്തിയാലല്ല രക്ഷ, അവിടുത്തെ വാക്കുകൾ കൈക്കൊണ്ട് നിത്യജീവൻ്റെ മൊഴികൾ അവിടുത്തെ നാവുകളിലുണ്ട്, ഇല്ലേ? അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം ശരിക്കും പരീക്ഷകൻ അടുത്ത് വന്നപ്പോൾ ഇറ്റ് ഈസ് റിട്ടൺ, ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ് യേശു പറഞ്ഞത്. ഏത് സിനഗോഗിലാണ് ഞാൻ പഠിച്ചതെന്ന് യേശു പറഞ്ഞില്ല, ഏത് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതെന്ന് യേശു പറഞ്ഞില്ല, ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചതെന്ന് പറഞ്ഞില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ പാരമ്പര്യം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ നമ്മുടെ പാണ്ഡിത്യം കൊണ്ടോ നമ്മുടെ വർഷങ്ങളുടെ തഴക്കം കൊണ്ടോ ഒരിക്കലും നമുക്ക് ആത്മീക യുദ്ധത്തിൽ പിശാചിനോട് എതിർക്കാനോ ഇതിനെ തരണം ചെയ്യാനോ പറ്റില്ല. ദൈവത്തിൻ്റെ വചനത്തെ നാവിൽ ആവർത്തിച്ചുപയോഗിക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോവുകയാണ്. തന്ത്രശാലിയായ പിശാച് അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുന്നു, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക, അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് കൈകളിൽ താങ്ങും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇറ്റ് ഈസ് റിട്ടൺ. 91-ാം സങ്കീർത്തനത്തിലെ വാക്യം എടുത്തു വെച്ചാണ് പിശാച് യേശുവിനെ പരീക്ഷിച്ചത്. അപ്പം നോക്കിക്കേ, ഇവിടെ നമുക്ക് വളരെ ആഴമായ ഒരു ആത്മീയ അറിവ് ലഭിക്കുകയാണ്. അതായത് പിശാചിനും ദൈവത്തിൻ്റെ വചനത്തെ ഉപയോഗിക്കാൻ അറിയാം. നമ്മൾ ചിന്തിക്കുന്നത് വചനം പറയുമ്പോൾ അവൻ ഓടുമെന്ന്. പക്ഷെ വചനം പറഞ്ഞ യേശുവിൻ്റെ അരികിൽ പരീക്ഷകൻ വചനവുമായിട്ട് വന്നു. കണ്ടോ? എന്താ? ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക. പ്രിയപ്പെട്ടവരെ, ഇത് ശരിക്കും ഞാൻ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു ആഴമായ ആത്മീക ചിന്തകളിലേക്ക് നമുക്കൊന്ന് പോകാം. നിങ്ങളും ആ ഭാഗം നിങ്ങളും ഇരുന്ന് ധ്യാനിക്കുക. നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഭാഗം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. വചനം പറഞ്ഞ യേശുവിൻ്റെ അരികിൽ വചനവുമായി തന്നെ വരുന്നു. ഇന്നും നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന
ഒരു ഗൗരവമേറിയ മേഖലയാണ് ദൈവവചനത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനങ്ങൾ, ദുർവ്യാഖ്യാനങ്ങൾ. പിശാച് ദൈവവചനത്തെ ഇന്നും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ വചനത്തെ തന്നെ ഉപയോഗിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നും. പക്ഷേ യഥാർത്ഥമായ ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുകയും ബൈബിളിൻ്റെ ടോട്ടൽ ടീച്ചിങ് നമ്മുടെ ഉള്ളിൽ കയറുകയും ചെയ്യണം. അവിടെയും യേശു പതറിയില്ല. എന്താ കാരണം? ഈ പരീക്ഷകൾ, യേശുവുമായിട്ടുള്ള ഈ പരീക്ഷകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതായത് ദൈവശക്തിയെ തെറ്റായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇല്ലേ? നമുക്ക് പണമുണ്ടാക്കാനും, ഞാൻ വലിയവനാണെന്ന് കാണിക്കാനും, എനിക്ക് നന്മയുണ്ടാകാനും, എൻ്റെ പേര് ഉയരാനും ഞാൻ ഒരിക്കലും ദൈവശക്തി ഉപയോഗിക്കാൻ പാടില്ല. നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക, എല്ലാവരും കാണട്ടെ നീ ദൈവപുത്രനാണെന്ന്. ഇന്നെല്ലാം കാണിക്കാനുള്ളതല്ലേ നടക്കുന്നത്. എന്നെ എല്ലാവരും ഒന്ന് കാണട്ടെ, എൻ്റെ കുടുംബത്തെ എല്ലാവരും ഒന്ന് കാണട്ടെ, ഞാൻ മിടുക്കനാണെന്നൊന്ന് കാണട്ടെ. വേണ്ട പ്രിയപ്പെട്ടവരെ, നമ്മൾ പല സമയങ്ങളിലും നമ്മൾ പോലും അറിയാതെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു സ്വയം ഉറങ്ങിക്കിടപ്പുണ്ട്. അത് സത്യമാണ്. നമ്മൾ വളരെ സസൂക്ഷ്മം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കയറിയുമ്പം നമുക്ക് മനസ്സിലാകും നമ്മളെ ഒരു 10 പേര് അറിഞ്ഞാൽ കൊള്ളായിരുന്നു എന്നൊക്കെയാണ്. ഇല്ലേ? അത് ഉണ്ട്, അത് സാധാരണമാണത്. പക്ഷേ അതിനെ ഉയരാൻ സമ്മതിക്കാതെ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തിയിലും പരമാവധി ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. യോഹന്നാൻ പറഞ്ഞതുപോലെ അവിടുന്ന് വളരണം, ഞാനോ കുറയണം. നോക്കിക്കേ, തെറ്റായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യാഖ്യാനം അങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ. 91 സങ്കീർത്തനവുമായിട്ടാണ് പിശാച് വന്നത്. 91 സങ്കീർത്തനം എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു. സിംഹത്തിന് മേലും അണലിമേലും ഒക്കെ ചവിട്ടും, ഇല്ലേ? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവൻ. നമുക്കെല്ലാവർക്കും കാണാതറിയാവുന്ന സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൻ്റെ വാക്യവുമായിട്ട് പരീക്ഷകൻ യേശുവിൻ്റെ അരികിലേക്ക് വന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ അരികിലേക്ക് വരാതിരിക്കുമോ? ഒരിക്കലുമില്ല. നമ്മുടെ മുമ്പിലും അവനെത്തും. വളരെ വിവേകത്തോടെ, വളരെ വിവേചനത്തോടെ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. കർത്താവ് അവിടെയും പതറിയില്ല, ആവർത്തിച്ചുപയോഗിച്ചു. നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നൊക്കെയുള്ള അടുത്തത് ലോകത്തിലെ സകല മഹിമകളെയും കാണിച്ചു. അന്നേരവും ഇറ്റ് ഈസ് റിട്ടൺ, ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊന്നും പറയാതെ പിശാച് തൻ്റെ മുമ്പിലേക്ക് വെച്ച സംശയത്തിൻ്റെ മുനകളെ ഒടിച്ചുകൊണ്ട്, ഈ സംശയം ഒരു വലിയ രോഗം കേട്ടോ, നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. സംശയം എന്താ? സംശയം എങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നീ ദൈവപുത്രനെങ്കിൽ, ഇഫ് യു ആർ ദി സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനെങ്കിൽ ഒരു ചെറിയ സംശയത്തിൻ്റെ വിത്ത്, ഒരു കുടുംബജീവിതം തകരാൻ വേണ്ടി ഒരൊറ്റ സംശയത്തിൻ്റെ വിത്ത് ഇട്ടാൽ മതി. എടീ, നിന്നെ ഇപ്പം അച്ഛൻ പണ്ടത്തെ പോലെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? പുള്ളിക്ക് മറ്റാരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഏദൻ തോട്ടത്തിൽ എന്നാ ചെയ്തത്? വാസ്തവമായി അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? കണ്ടോ? ഒരു ചെറിയ സംശയം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള എല്ലാ വിധത്തിലുള്ള സംശയങ്ങളും ദൈവവചനത്തിന് മുമ്പിൽ നീക്കിക്കളയുക. പിശാച് ഉദ്ധരിച്ചു കൊണ്ടുവന്ന അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവന്ന സംശയങ്ങളെ മാറ്റുവാൻ കർത്താവ് ഒരു തെളിവും അവിടെ നിരത്തുന്നില്ല. ഞാൻ ദൈവപുത്രനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നില്ല. ഞാൻ പറയാം, ഒരു സ്ഥലത്തും നമ്മൾ തെളിയിക്കാനായിട്ട് ശ്രമിക്കേണ്ട. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെന്നോ, നമ്മളെ ദൈവം വിളിച്ചതാണെന്നോ നമ്മുടെ വിളിയെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല. നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കേണ്ട ആവശ്യമില്ല. അത് തെളിയിക്കുന്നവൻ ദൈവമാണ്. പല സമയങ്ങളിലും ഇത് തെളിയിക്കാൻ പോകുമ്പോൾ നമ്മൾ തെറ്റായ പല വഴികളിലേക്ക് പോകുന്നു. കർത്താവ് ഒരിക്കലും ദൈവപുത്രനാണെന്ന് തെളിയിക്കാൻ പോയില്ല. പിശാച് ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളും സംശയങ്ങൾക്കും ഞാനെന്നാ ഇപ്പം തീർത്ത് തന്നേക്കാം എന്നൊന്നും അവിടുന്ന് പറഞ്ഞില്ല. ഇറ്റ് ഈസ് റിട്ടൺ, എഴുതിയിരിക്കുന്ന വചനത്തെ ആവർത്തിച്ച് ഉപയോഗിച്ചു. ഒന്നാമത് അവിടുന്ന് അത് ഉപയോഗിച്ചപ്പോൾ തനിക്കെതിരെ
ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത് കല്ലപ്പമാകാൻ പറഞ്ഞപ്പോൾ, ദൈവവചനം ഉപയോഗിച്ചപ്പോൾ, വീണ്ടും ദൈവവചനവുമായിട്ട് വന്നപ്പോൾ അവിടുന്ന് പതറിയില്ല. അവിടുന്ന് വീണ്ടും ഇതെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മുമ്പോട്ട് പോകും. നമ്മൾ പലപ്പോഴും എന്തുവാ ചെയ്യുന്നത്? നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നിർത്തും. ബൈബിൾ അടച്ചു വെക്കും, പ്രാർത്ഥന നിർത്തും. ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ ദൈവവചനം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല, ഞാനെല്ലാം സ്റ്റോപ്പ് ചെയ്തു, ഇനി ഞാൻ നിർത്താൻ പോവുക. നമ്മൾ നിർത്തി, പരിപാടി നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വെച്ച് നിൽക്കും. അവിടെ നമ്മുടെ പരാജയവും നമ്മുടെ പതനവും ആരംഭിക്കുകയാണ്. പക്ഷെ കർത്താവ് അത് ചെയ്യുന്നില്ല. അവിടുന്ന് എന്താണ് ചെയ്യുന്നത്? അവിടുന്ന് വീണ്ടും, അതാണ് ഞാൻ ഈ മെസ്സേജിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്, ആവർത്തിച്ച് ദൈവത്തിൻ്റെ വചനത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സകല പരീക്ഷയും തികച്ച ശേഷം പിശാച് കുറേ കാലത്തേക്ക് വിട്ടുപോയി. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലേക്ക് പോയി. ചില മേഖലകളെയൊക്കെ നമുക്ക് ജയിച്ചെങ്കിലേ നമുക്ക് ജയിക്കാൻ പറ്റും. സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം എടുക്കുകൊണ്ടോ ഒന്നും പറ്റില്ല. ഉപവാസത്താലും പ്രാർത്ഥനയാലും വചനത്തെ മുറുകെ പിടിക്കുക, ദൈവവചനത്തെ ആത്മാവിൻ്റെ വാളാക്കി മാറ്റാനായിട്ട് കഴിയണം. അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഇത് ഷോക്കേസിലോ കബോർഡിലോ ഇരുന്നാൽ ആത്മാവിൻ്റെ വാളില്ല ആകില്ല. ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇത് അറിയണം, ഇത് നാവിന്മേലെടുക്കണം, ദൈവത്തിൻ്റെ വചനം പറയണം. യോശുവ ഇടയ്ക്ക് അതാണ് പറഞ്ഞത്, ഇത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, നീ ചെയ്യുന്നതെല്ലാം സാധിക്കും. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു ഷാർപ്പ് ആൻഡ് ആക്റ്റീവ് എന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യൻ്റെ ഹൃദയത്തെയും ചിന്തനങ്ങളെയും ഒക്കെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ആത്മാവിൻ്റെ വാളാണ്. നമ്മൾ ഈ ഭൗതിക തലത്തിലെ ഒരു വാളെന്ന് പറയുമ്പം അത് മുറിവേൽപ്പിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല. നമ്മുടെ ഹൃദയാന്തർഭാഗത്തിലെ ഈ ചിന്തകളെ, പാപത്തിൻ്റെ ചിന്തകളെ പോലും ഇത് വേർതിരിക്കുന്നതാണ്. നമ്മുടെ മനോഭാവങ്ങളെയും നിരൂപണങ്ങളെയും ശുദ്ധീകരിക്കുന്നതാണ്. തെറ്റായ ധാരണകളെ മാറ്റുന്നതാണ്. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. നമ്മളെ നിത്യതയോളം എത്തിക്കുന്നതാണ്. നമ്മളെ ശരിയായ വഴിയിലേക്കും പ്രവൃത്തിയിലേക്കും നയിക്കുന്നതാണ്. ആ വചനത്തിൻ്റെ പ്രസംഗകനാകാൻ ദൈവം എനിക്കും തന്ന ഭാഗ്യം, അതിൻ്റെയൊക്കെ കേൾവിക്കാരാകാൻ ദൈവം നിങ്ങൾക്കൊക്കെ തന്ന ഭാഗ്യം എത്രയോ വലുതാണ്. അവിടെ കൊണ്ട് തീരാതെ ഈ വചനത്തെ നാവിലെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ വചനം ഒന്ന് ചേർത്ത് ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. 149 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഭക്തന്മാർ തങ്ങളുടെ ശയ്യകളിൽ മഹത്വത്തിലൊക്കെ ഘോഷിച്ചുല്ലസിക്കട്ടെ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, അവരുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ചയും കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. എന്തിനാണെന്നറിയാമോ? എഴുതിയിരിക്കുന്ന വിധി നടപ്പിലാക്കേണ്ടതിന്. രണ്ടാമത്തേത്, രാജാക്കന്മാരെ ചങ്ങലകളാൽ, പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങുകളാൽ ബന്ധിക്കേണ്ടതിന് തന്നെ. നമ്മളിത് വായിക്കുമ്പം ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്തയെന്ന് പറയുന്നത്, നമ്മൾ പോയി മനുഷ്യരെയെല്ലാം വെട്ടി കൊലപ്പെടുത്തി കീഴ്പ്പെടുത്തി നമ്മുടെ മതം സ്ഥാപിക്കാനായിട്ട് പോവുക. അല്ല, ഒരിക്കലുമല്ല. എഴുതിയിരിക്കുന്ന വിധി, അതായത് കയ്യിൽ ദൈവത്തിൻ്റെ വാള്, നാവിൽ തെറിയല്ല, നാവിൽ അശ്ലീലമല്ല, നാവിൽ വേണ്ടാധീനമല്ല, നാവിൽ ദൈവത്തിൻ്റെ പുകഴ്ച. പല സമയത്തും ആത്മീക അധികാരങ്ങൾ പ്രവർത്തിക്കാതെ വരുന്നതിൻ്റെ കാരണം നമ്മൾ ഇടയ്ക്ക് നാവിൽ ദൈവത്തിൻ്റെ വചനം എടുക്കും, മറ്റ് സമയത്ത് ആവശ്യമില്ലാത്ത നമ്മൾ സംസാരിക്കും. പൊട്ടച്ചൊല്ല്, കളിവാക്ക്, അശ്ലീലങ്ങൾ, വേണ്ടാധീനങ്ങൾ, മറ്റുള്ളവൻ്റെ കുറവുകൾ, ഇതൊക്കെ പറയുന്നവരാണ് നമ്മൾ. അങ്ങനെ പറയുമ്പോൾ എന്താ പറ്റുന്നത്? ഒരേ ഉറവയിൽ നിന്ന് ഒരിക്കലും മധുരവും കയ്പും പുറപ്പെടില്ല. ദൈവത്തിൻ്റെ വചനം നമ്മുടെ വായിൽ നിന്ന് നീങ്ങിപ്പോകാതെ നമ്മുടെ നാവിൽ ദൈവത്തിൻ്റെ പുകഴ്ചയും കയ്യിൽ ഇരുവായ്ത്തലുള്ള വാളുമാണ്. സത്യത്തിൽ ആ സങ്കീർത്തനമൊക്കെ ഭയങ്കരമായ ആത്മീകമായ അർത്ഥങ്ങളാണ് ആ സങ്കീർത്തനത്തിൻ്റെ അകത്തുള്ളത്. അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, ശരിക്കും അതിൻ്റെ പുതിയ നിയമ അർത്ഥത്തിലേക്ക് നമ്മൾ വരുമ്പം എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടപ്പാക്കുക എന്നുള്ളതാണ്. എന്താണ് എഴുതിയിരിക്കുന്ന വിധി? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാൽവറി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, പിശാചിനെ കൊണ്ട് ആയുധവർഗം വെപ്പിച്ചു, അവിടുന്ന് ജയോത്സവം കൊണ്ടാടി. അപ്പം അന്ന് കാൽവറിയിൽ അവിടുന്ന് എഴുതിയൊരു വിധിയുണ്ട്. എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം, ഒന്നും നിങ്ങൾക്കൊരു ദോഷം ചെയ്യത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പ്രസ്താവിക്കുന്നതിനെ ദൈവം തൻ്റെ വാക്കായി ഏറ്റെടുക്കുമ്പോൾ
അനേകർ ഇന്നും അടിമത്തത്തിലും ശാപത്തിലും അന്ധകാരത്തിലും അതുപോലെ തന്നെ ദൈവികമല്ലാത്ത ചിന്തകളിലുമൊക്കെ പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിലൂടെയുള്ള ആ ഒരു രക്ഷയെയും കാൽവറിയിൽ അവിടുന്ന് നൽകിത്തന്ന ആ ഒരു വലിയ ജയത്തെയും പ്രസ്താവിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം. അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, അനേക തലമുറകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പം, ഒത്തിരി ചെറുപ്പക്കാർ, ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പം അവരെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരണം. പിശാച് വളരെ തന്ത്രശാലിയാണ്. അങ്ങനെയാണ് ശരിക്കും ഇതൊരു ആത്മാവിൻ്റെ വാളായി മാറുന്നത്. ഇവിടെ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, ഇല്ലേ? സോഡ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ വചനത്തെ പരിശുദ്ധാത്മാവ് ശക്തിയോടും അധികാരത്തോടും കൂടെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രത്യേക ആത്മതലമുണ്ട്. അന്നേരമാണ് ദൈവത്തിൻ്റെ വചനം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്നത്. നമ്മൾ ഈ ചില സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ പ്രാർത്ഥിച്ച് മുമ്പോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക ആത്മശക്തി നമ്മൾ വ്യാപരിക്കും. ആ ഒരു ആത്മശക്തി വ്യാപരിക്കുമ്പോൾ ചില വചനത്തെ ദൈവം നമ്മുടെ മേൽ തരും. അതായത് ദൈവവചനവും പരിശുദ്ധാത്മാവും ഒന്നിച്ച് സംയോജിക്കുക. എന്നിട്ട് നമ്മുടെ നാവിലാണ് തരുന്നത്. ഈ ആയുധത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം നമ്മൾ മനസ്സിലാക്കണം, എടുത്തുകൊള്ളുവീൻ എന്നാണ്. ദൈവം നമുക്ക് വേണ്ടി എടുക്കുമെന്നോ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എടുക്കുമെന്നോ ഒന്നുമല്ല. എടുത്തുകൊള്ളുവീൻ, രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും എടുത്തുകൊള്ളുവീൻ. എടുക്കണം, ഓരോരുത്തരും എടുക്കണം. ഞാൻ എടുക്കണം, നിങ്ങൾ എടുക്കണം. ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി എടുക്കാൻ പറ്റുമെന്നും എനിക്കറിയില്ല. ഓരോരുത്തരും എടുക്കണം, നമ്മൾ എടുക്കണം. ദൈവം എടുത്തു തരുമെന്നല്ല, നമ്മൾ എടുക്കണം. ബലഹീനരായ നമ്മൾ ഇതിനെ എടുത്ത് ദൈവാശ്രയത്തോടെ ദൈവമുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, ബലഹീനതകളിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനായിട്ട് വരികയും നമുക്ക് വിവേകവും ബുദ്ധിയും തന്ന് ഇതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അന്നേരമാണ് ദൈവവചനത്തിൻ്റെ അസാധാരണമായ ശക്തി അവിടെ ദൈവത്തിന് സ്തോത്രം വെളിപ്പെട്ട് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതൊക്കെ എഫക്റ്റീവായി ഉപയോഗിച്ച് ആമേൻ വിജയിച്ച എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിശാചിൻ്റെ രാജ്യത്തിനെതിരെ, അവൻ്റെ തന്ത്രങ്ങൾക്കെതിരെ, ദൈവരാജ്യത്തിനെതിരെ, ദൈവസഭകൾക്കെതിരെ, ആത്മീയതക്കെതിരെ, അവരുടെ കുടുംബങ്ങൾക്കെതിരെയൊക്കെ നിൽക്കുന്നതിനെതിരെ നാം ഈ വാളിനെ എടുക്കാൻ തയ്യാറാകണം. ഓരോരുത്തരും ഓരോ പടയാളികളാണ്. ദൈവം എനിക്ക് വേണ്ടി എടുത്തോട്ടെ, പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി എടുത്തോട്ടെ എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. നമ്മൾ എടുക്കാൻ തയ്യാറാകണം, നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ അല്ല, ബലഹീനന്മാരായ നമ്മളെ ദൈവം ഇന്നും ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്താളുകളിൽ ഓരോ കാലഘട്ടങ്ങളിലും ഓരോരുത്തരെ ആ കാലഘട്ടങ്ങളിൽ ദൈവം തൻ്റെ നാവാക്കി, ദൈവം തൻ്റെ പ്രതിനിധികളാക്കി എടുത്തെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുമോ? കർത്താവേ, ഞാനായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, എൻ്റെ പാരമ്പര്യങ്ങളിൽ നിന്ന്, കർത്താവെ, ഞാൻ ജീവിച്ചിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന്, ബന്ധിക്കപ്പെട്ട അവസ്ഥകളിൽ നിന്ന് നിത്യതയിലേക്ക് പോകുവാൻ, നിത്യരക്ഷയിലേക്ക് പോകുവാൻ, ഒരു ദൈവരാജ്യത്തിൻ്റെ വക്താവായി ഈ വചനത്തെ എടുത്തുകൊണ്ട് നിൽപ്പാൻ പരിശുദ്ധാത്മശക്തി എൻ്റെ മേൽ പകരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി അത് ചെയ്യാൻ തയ്യാറാണ്. പ്രിയമുള്ളവരെ, നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, വചനം പഠിക്കുക. വചനത്തെ ഉപയോഗിക്കണമെങ്കിൽ വചനം പഠിക്കണം. ദൈവവചന ധ്യാനത്തിൻ്റെ പ്രാധാന്യം അത്രമേൽ വലുതാണ്. ദൈവത്തിൻ്റെ വചനത്തെ പഠിക്കുക, അതിനെ അംഗീകരിക്കുക, അതിനെ സ്വീകരിക്കുക, ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങൾക്ക് നൽകിത്തരുന്ന മനോഹരമായ സമയങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ വാളായി മാറുവാനിടയാകണമേ. വെറും ദൈവവചനത്തിൻ്റെ കേൾവിക്കാരായല്ല, ഇത് ഹൃദയങ്ങളോട് സംസാരിക്കുന്നതും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും പരിവർത്തനം ചെയ്യുന്നതുമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, ലോകത്തിലെ രാജ്യങ്ങളുടെ ഇരുളിനെ പോലും നീക്കിയത് വിശുദ്ധ ബൈബിളാണ്. ആ ബൈബിളിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രുക്കൾ ശ്രമിക്കുമ്പോഴും ഞങ്ങളിതിൻ്റെ വക്താക്കളായി നിലകൊള്ളുവാൻ ഞങ്ങൾക്ക് തരുന്ന വലിയ കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം.
ഈ ആത്മാവിൻ്റെ വാൾ ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ഇതിന് ട്രെയിൻ ചെയ്യണമേ. വചനത്തെ കണ്ടെത്തി ഭക്ഷിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ ക്ഷീണിച്ചു പോകാതെ, പരാജയപ്പെട്ടു പോകാതെ ആവർത്തിച്ച് ഇതിനെ ഉപയോഗിക്കുവാൻ കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.